2024 സഞ്ജു സാംസന്റെ 2.0 വേർഷനാണ് ആരാധകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 17ാം എഡിഷനിൽ കിടിലൻ ഫോമിലാണ് സഞ്ജു കളിക്കുന്നത്. മുൻ സീസണുകളിൽ സ്ഥിരതയില്ലായ്മയുടെ പേരിൽ ധാരാളം വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിരുന്ന സഞ്ജു ഇത്തവണ അടിമുടി മാറിയെന്ന് അദ്ദേഹത്തിന്റെ പ്രകടനങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ബാറ്റിംഗിൽ മാത്രമല്ല ക്യാപ്റ്റൻസിയിലും സഞ്ജു അടിമുടി മാറിയിട്ടുണ്ട്. അതിന്റെ തെളിവാണ് IPL പോയിന്റ് പട്ടികയിൽ രാജസ്ഥാൻ റോയൽസിന്റെ 2ാം സ്ഥാനം. IPL 2024 സീസണിൽ രാജസ്ഥാൻ റോയൽസിനായി കാഴ്ചവെക്കുന്ന മാസ്മരിക പ്രകടനങ്ങൾ ഇത്തവണത്തെ T20 ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിലും സഞ്ജുവിന് സ്ഥാനം നേടിക്കൊടുത്തിട്ടുണ്ട്. ഓരോ കളിയിലും പ്രകടനങ്ങൾ മെച്ചപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്ന സഞ്ജു ഈ സീസണിൽ നിരവധി റെക്കോർഡുകളും പഴങ്കഥയാക്കി കഴിഞ്ഞു. IPL 2024 ഇനി ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെയാണ് സഞ്ജുവിന്റെ രാജസ്ഥാൻ മത്സരിക്കാൻ പോകുന്നത്. ഈ കളിയിൽ തന്റെ തന്നെ ഒരു റൺ നേട്ടം മറികടക്കാനുള്ള അവസരമാണ് സഞ്ജുവിനെ കാത്തിരിക്കുന്നത്. ചെന്നൈ സൂപ്പർ കിങ്സിനെതിരായ മത്സരത്തിൽ 14 റൺസ് നേടാൻ സാധിച്ചാൽ റൺ അടിസ്ഥാനത്തിൽ സഞ്ജു സാംസന്റെ ഏറ്റവും മികച്ച IPL സീസണായി 2024 മാറും. 2013 IPL അരങ്ങേറ്റം കുറിച്ച സഞ്ജു ഏറ്റവും കൂടുതൽ റൺ നേടിയ സീസൺ 2021 ആണ്. റോയൽസിന്റെ ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കപ്പെട്ട സീസണിൽ 484 റൺസാണ് സഞ്ജു അടിച്ചുകൂട്ടിയത്. ഇതിനുശേഷം 2022 400 റൺസ് എന്ന മാർക്ക് മറികടക്കാൻ കഴിഞ്ഞെങ്കിലും സഞ്ജുവിന് 484 എന്ന തന്റെ തന്നെ റൺസിനെ മറികടക്കാൻ സാധിച്ചിട്ടില്ല. അടുത്ത കളിയിൽ 29 റൺസ് നേടാനായാൽ സഞ്ജു 500 റൺസ് തികയ്ക്കുന്ന ആദ്യ IPL സീസണായും ഇത്തവണത്തേത് മാറും. 2021 40.33 എന്നിങ്ങനെയുള്ള ബാറ്റിംഗ് ശരാശരിയിലായിരുന്നു സഞ്ജുവിന്റെ റൺ നേട്ടം. എന്നാൽ ഈ സീസണിൽ ലീഗ് ഘട്ടത്തിൽ മാത്രം 3 കളികൾ ബാക്കി നിൽക്കുന്നതിനാൽ ബാറ്റിംഗ് അടിസ്ഥാനത്തിൽ സഞ്ജുവിന്റെ ഏറ്റവും മികച്ച സീസണായി ഇത്തവണത്തേത് മാറുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ്. നിലവിൽ 2024 സീസൺ IPL കിടിലൻ റെക്കോർഡാണ് സഞ്ജുവിന് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. 11 മത്സരങ്ങൾ കഴിയുമ്പോൾ 67.29 ബാറ്റിംഗ് ശരാശരിയിലും 163.54 പ്രഹരശേഷിയിലും 471 റൺസ് സഞ്ജു നേടിക്കഴിഞ്ഞു. 5 അർദ്ധ സെഞ്ചുറികളാണ് ഈ സീസണിൽ സഞ്ജുവിന്റെ വില്ലോയിൽ നിന്ന് വന്നത്. 44 ബൗണ്ടറികളും 23 സിക്സറുകളും സഞ്ജു അടിച്ചെടുത്തിട്ടുണ്ട്. തൊട്ടതെല്ലാം പൊന്നാക്കുന്ന സഞ്ജു നിലവിൽ റോയൽസിന്റെ ഏറ്റവും സ്ഥിരതയുള്ള താരമാണ്. സീസണിൽ ഇതുവരെ പുറത്തെടുത്ത പ്രകടനങ്ങൾ അവസാന ഘട്ടത്തിലും തുടർന്ന് രാജസ്ഥാൻ റോയൽസിനെ 2ാം കിരീടത്തിലേക്ക് നയിക്കുകയാകും സഞ്ജുവിന്റെ മുന്നിലെ പ്രധാന ലക്ഷ്യം. അടുത്തിടെ നടന്ന ഡൽഹി ക്യാപിറ്റൽസിനെതിരായ കളിയിൽ 6 സിക്സറുകളാണ് സഞ്ജു സാംസൺ നേടിയത്. ഈ കളിക്കിടെ IPL 200 സിക്സറുകൾ എന്ന നേട്ടത്തിലേക്ക് എത്താൻ സഞ്ജുവിന് കഴിഞ്ഞു. ഏറ്റവും വേഗത്തിൽ 200 IPL സിക്സറുകൾ നേടുന്ന ഇന്ത്യൻ താരമായും ഇതോടെ സഞ്ജു മാറി. 159 ഇന്നിംഗ്സുകൾ കളിച്ചാണ് സഞ്ജു സിക്സറുകളിൽ ഇരട്ട സെഞ്ചുറി തികച്ചത്. 165 ഇന്നിംഗ്സുകളിൽ നിന്ന് 200 സിക്സറുകൾ പറത്തിയ മഹേന്ദ്ര സിംഗ് ധോണിയുടെ പേരിലുണ്ടായിരുന്ന റെക്കോർഡാണ് സഞ്ജു പഴങ്കഥയാക്കിയത്. രാജസ്ഥാൻ റോയൽസിനെ ഏറ്റവും കൂടുതൽ IPL മത്സരങ്ങളിൽ നയിക്കുന്ന താരമെന്ന റെക്കോർഡും ഡൽഹിക്കെതിരായ കളിയിലൂടെ സഞ്ജു സ്വന്തമാക്കിയിട്ടുണ്ട്. ഡൽഹിക്കെതിരായ ഈ മത്സരം രാജസ്ഥാൻ റോയൽസിന്റെ ക്യാപ്റ്റനായി സഞ്ജുവിന്റെ 56ാമത്തെ കളിയായിരുന്നു. 55 IPL മത്സരങ്ങളിൽ ടീമിനെ നയിച്ച ഓസ്ട്രേലിയൻ ഇതിഹാസം ഷെയ്ൻ വോണിന്റെ റെക്കോർഡാണ് സഞ്ജു ഇതോടെ മറികടന്നത്. രാജസ്ഥാന് ഏറ്റവും കൂടുതൽ വിജയങ്ങൾ നേടിക്കൊടുത്ത ക്യാപ്റ്റൻ എന്ന റെക്കോർഡിൽ ഷെയ്ൻ വോണിനൊപ്പം 1ാം സ്ഥാനം പങ്കിടുകയാണ് ഇപ്പോൾ സഞ്ജു. ഇരുവരും 30 കളികളിലാണ് ടീമിനെ വിജയത്തിലേക്ക് നയിച്ചിട്ടുള്ളത്. ഈ സീസണിൽ IPL പ്ലേ ഓഫ് യോഗ്യതയ്ക്ക് തൊട്ടരികിലാണ് ഇപ്പോൾ രാജസ്ഥാൻ റോയൽസ്. നിലവിൽ 11 മത്സരങ്ങൾ പൂർത്തിയാക്കിയ രാജസ്ഥാന് 16 പോയിന്റാണുള്ളത്. ശേഷിക്കുന്ന 3 മത്സരങ്ങളിൽ 1 ജയിച്ചാൽ രാജസ്ഥാന് പ്ലേ ഓഫിൽ സ്ഥാനം കൺഫേം ആകും. 2 കളികളിൽ ജയിക്കാനായാൽ ടോപ്പ് 2 ഫിനിഷും ഉറപ്പാക്കാം.